വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. 2026 ജൂലൈ 14 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ചു. അതിൽ രേഖാമൂലം ബോധിപ്പിച്ച കാര്യമാണ്. അതിങ്ങനെയാണ്: കോട്ട്, ദ ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി in compliance with the mandate of Section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act. ഇതാണ് രേഖാമൂലം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഭാഗം. മുസ്ലിം ലീഗിൻ്റെ നോമിനിയായ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ PM സനീർ മുഖാന്തരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കേസിൻ്റെ വിചാരണക്ക് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ഇതേ നിലപാട് തന്നെയാണ്, കാരണം സർക്കാരിൻ്റെ നിലപാടാണ്, അഡ്വക്കേറ്റ് ജനറലും കോടതിയിൽ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഹർജിക്കാരോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള യോജിപ്പ് കോടതിയെ അറിയിച്ചു. വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ വന്ന ഭേദഗതി അനുസരിച്ച് 11-ൽ കവിയാത്ത അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താണ് ബോർഡ് രൂപീകരിക്കേണ്ടത്. ഈ 11-ൽ 9 പേരെ നിയമിച്ചാണ് നേരത്തെ LDF കാലത്ത് ഉത്തരവായത്. ബാക്കി 2 പേരെ ഉടൻ നിയമിക്കുമെന്ന് ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിയമത്തിലെ 14-ാം വകുപ്പിൽ ആകെ അംഗങ്ങളിൽ 2 പേര് അമുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയ, സുന്നി, മറ്റ് മുസ്ലിങ്ങളിലെ പിന്നോക്ക സമുദായക്കാർ എന്നിവരുടെ പ്രതിനിധികളും ബോർഡിലുണ്ടാവണമെന്ന് നിർദ്ദേശമുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ ഗണ്യമായ അംഗങ്ങളുണ്ടെങ്കിൽ ബോറ, അഖാഖാനി ഈ വിഭാഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്നുണ്ട്. ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഇവിടെ വഖഫ് ബോർഡിൻ്റെ യോഗം ചേരുന്നതിന് ഉള്ള കോറം 5 ഇപ്പോൾ 11-ൽ 5 പേരാണ് കോറം. ആ നിലയിൽ പരിശോധിച്ചാൽ വഖഫ് ബോർഡ് യോഗം ചേരാനോ
തുറന്നുള്ള പ്രവർത്തനം നടത്താനോ ഇപ്പോൾ നിയമപരമായി ഒരു തടസ്സവുമില്ല. പക്ഷേ കോടതിയിൽ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.